കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലിലേക്ക് മടങ്ങിപ്പോയി. അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. അവൻ അവൻ്റെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. എല്ലാവരും അവനെ പുകഴ്ത്തി. യേശു താൻ വാഴുന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവൻ്റെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ച ശേഷം അവൻ ഇരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വാസത്തിന് സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുനാഥൻ തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ താൻ എന്തിനാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി പറയുന്ന ഒരു ഭാഗമായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കുവാൻ സാധിക്കും. ഈ ലോകത്തിലേക്ക് താൻ എന്തിനു വേണ്ടിയാണ് കടന്നു വന്നിരിക്കുന്നത്, തൻ്റെ ശുശ്രൂഷ മേഖലകൾ എന്തൊക്കെയാണ്, താൻ ഇതിലൂടെ എന്താണ് ലക്ഷ്യമിടുന്നത് എന്ന കാര്യങ്ങൾ ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. പ്രത്യേകിച്ച് അവൻ പതിവ് പോലെ സിനഗോഗിൽ വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു എന്നാണ് കർത്താവ് ഇന്ന് സുവിശേഷം പറയുന്നത്. അപ്പോൾ അവിടുത്തെ സിനഗോഗിൽ പോവുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു യേശു എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എങ്കിലും തൻ്റെ നഗരമായ നസ്രത്തിൽ ഉള്ളവർക്ക് യേശു യഥാർത്ഥത്തിൽ ആരാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു വചനഭാഗമാണ് അന്നേ ദിവസം അവന് വായിക്കാൻ ലഭിച്ചത്. യെശയ്യായുടെ പുസ്തകത്തിൽ നിന്നും അവന് ലഭിച്ച ആ ഒരു വചനഭാഗം അത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായി വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഈ കാര്യങ്ങളാണ് തൻ്റെ പ്രവർത്തന ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന കർത്താവ് പിന്നീട് യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇത് കർത്താവിൻ്റെ ജീവിതത്തിൽ നിറവേറുന്നു എന്നുള്ളതാണ്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ സുവിശേഷം ശ്രവിച്ചുകൊണ്ടിരുന്ന ആളുകളെല്ലാവരും തന്നെ ആ ഒരു ഗണത്തിൽപ്പെട്ടവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അവരെ കണ്ടപ്പോൾ അവരോട് അനുകമ്പ തോന്നുന്നതായിട്ട് വചനം പലപ്പോഴും എടുത്തു കാണിക്കുന്നത്. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെയായിരുന്നു എന്ന ആ ഒരു തിരിച്ചറിവ് കർത്താവിനുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുവാനും അവരെ നേരായ വഴിയിലേക്ക് നയിക്കുവാനും വേണ്ടി അവരോടൊപ്പം സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് യേശു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും നൽകുന്ന കർത്താവ് അത് ശാരീരികമായ ഒന്നല്ല എന്നുകൂടി തെളിയിക്കുന്നുണ്ട്. പിശാചുബാധ മാത്രമല്ല, പല അവസ്ഥയിലും ബന്ധനസ്ഥരായ വ്യക്തികളെ നമുക്ക് സുവിശേഷങ്ങളിൽ കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ ഫരിസേയരെ നിയമജരെ പോലെ നിയമത്തിന് ബന്ധനസ്ഥരായവരായിരിക്കാം, അല്ലെങ്കിൽ അവരായിരിക്കുന്ന സാമൂഹിക വ്യവസ്ഥകളാൽ ബന്ധനസ്ഥരായ വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ പല രോഗങ്ങളാൽ ബന്ധനത്തിലായവരായിരിക്കാം. അങ്ങനെയുള്ളവരെ എല്ലാം സുഖപ്പെടുത്തുന്ന കർത്താവിനെ നമുക്ക് സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കും.
അതേപോലെ അന്ധർക്ക് കാഴ്ച കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ചില വീക്ഷണങ്ങളിൽ അന്ധത ബാധിച്ച വ്യക്തികളെയും നമുക്ക് സുവിശേഷങ്ങൾ കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ധനികനായ യുവാവ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവൻ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് കേട്ടിട്ടും അത് മനസ്സിലാക്കുവാൻ സാധിക്കാതെ അവൻ വേദനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് തിരികെ പോയി എന്നാണ് പറയുക. അതുപോലെ സമരിയാക്കാരി സ്ത്രീയുടെ ജീവിതം എടുക്കുകയാണെങ്കിൽ കർത്താവ് വ്യക്തമാക്കി കൊടുക്കുകയാണ്, നീ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം ശരിയായ ഒരു ജീവിതമല്ല. ആ കിണറ്റിൻകരയിലേക്ക് കർത്താവ് കടന്നു വരുമ്പോൾ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണ് എന്ന് വ്യക്തമാക്കുമ്പോൾ മാത്രമാണ് അവൾ മനസ്സിലാക്കുക, ഞാൻ രക്ഷകനെ കണ്ടു എന്ന ബോധ്യത്തിൽ തൻ്റെ ഗ്രാമത്തിലേക്ക് തിരികെ ചെന്ന് അവിടെയുള്ള എല്ലാവരെയും കൂട്ടി യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ സക്കേവൂസിൻ്റെ ജീവിതത്തിൽ വലിയൊരു അന്ധതയുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അവൻ സമ്പത്തിലേക്ക് മാത്രം ശ്രദ്ധ പതിപ്പിച്ചതുകൊണ്ട് തൻ്റെ ജോലിയിൽ കൂടുതൽ കൃത്രിമത്വം കാണിക്കുകയും മറ്റുള്ളവരെ പറ്റിച്ച് കൂടുതലായിട്ട് ചുങ്കം പിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ കർത്താവിനെ കണ്ടപ്പോൾ കർത്താവിൻ്റെ ആ ഒരു സന്ദർശനം അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ്റെ ജീവിതം ആകെ മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ സുവിശേഷം എടുക്കുകയാണെങ്കിൽ പല വ്യക്തികളിലും ഇതുപോലെയുള്ള മാറ്റങ്ങൾ കാണുമ്പോൾ കർത്താവ് തൻ്റെ പ്രവർത്തികൾ എന്താണ് എന്ന് വ്യക്തമാക്കിയത് തൻ്റെ ജീവിതത്തിലൂടെ ചെയ്തു കാണിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇത് ഓർക്കുക, പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ പല അവസ്ഥകളിൽ നമ്മൾ ചെയ്യാത്തവരാണ്. ഞാനൊരു പ്രവൃത്തി ചെയ്യും എന്ന് വാഗ്ദാനം കൊടുത്തിട്ടും പിന്നീട് നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ സാധിച്ചു കിട്ടിക്കഴിയുമ്പോൾ അതെല്ലാം മറന്നു പോകുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. അതുപോലെ തന്നെ മനുഷ്യർക്കുള്ള മറ്റൊരു സ്വഭാവമാണ് ഇന്നത്തെ സുവിശേഷ അവസാന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ പറയുന്നത്, എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചനം കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. എന്നാൽ പിന്നീട് അതേ വ്യക്തികൾ തന്നെ അവനെ ക്രൂശിക്കുക എന്ന് അലറി വിളിക്കുന്നതും നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. കർത്താവ് ആരാണ്, അവൻ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് നേരിട്ട് കണ്ട് അനുഭവിച്ചവരാണ് എല്ലാവരും തന്നെ. എന്നാൽ ആദ്യം പ്രശംസിച്ച് പറഞ്ഞവർ തന്നെ പിന്നീട് കർത്താവിനെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെയും സ്വഭാവം ആ ഒരു തലത്തിലാണോ എന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. മറ്റുള്ളവർ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുമ്പോൾ അവരെ പ്രശംസിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന മറ്റൊരു വികാരമാണ് അവരോട് തോന്നുന്ന അസൂയ. ആ ഒരു അസൂയ വളർന്ന് നമ്മുടെ ഉള്ളിലേക്ക് കൂടുതലായിട്ട് കടന്നു വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന മാറ്റം എന്താണ്? പിന്നീട് അവരെന്ത് ചെയ്താലും അംഗീകരിക്കാൻ സാധിക്കാതെ അവരെ നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവം. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ദിവ്യബലിയെ സംബന്ധിക്കുമ്പോൾ ഏതെല്ലാം രീതിയിലാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുന്നത്? നമ്മൾ മറ്റുള്ളവരെ എപ്രകാരമാണ് നോക്കിക്കാണുന്നത്? ഞാൻ ഇന്ന് ഈ ലോകത്തിലായിരിക്കുമ്പോൾ എന്നിലൂടെ കർത്താവ് എല്ലാമാണ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിന് കൃത്യമായ ഒരു ചിത്രമുണ്ടായിരുന്നു, ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത് ഇന്ന കാര്യങ്ങളിലാണ്. അതുപോലെ കൃത്യമായ ഒരു ചിത്രം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. ഞാൻ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കാൻ പോകുന്നത്? ഞാൻ എപ്രകാരമാണ് എൻ്റെ ചുറ്റുപാടുമുള്ള വ്യക്തികളോട് പെരുമാറാൻ പോകുന്നത്? അവരോടുള്ള എൻ്റെ അപ്രോച്ച് എപ്രകാരമുള്ളതായിരിക്കും? അവരെ സഹായിക്കുവാനുള്ള മനസ്സ് എനിക്കുണ്ടാകുമോ? അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുവാൻ എനിക്ക് സാധിക്കുമോ എന്നെല്ലാം ചിന്തിക്കുന്നത് നല്ലതാണ്. ആ ഒരു രീതിയിൽ നമ്മളെ തന്നെ വിലയിരുത്തുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുമ്പോൾ തീർച്ചയായും കർത്താവിന് പ്രീതികരമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും. ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഇന്നത്തെ ദിവ്യബലിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.